ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ കുറെ കാലത്തിന് ശേഷം ഞാൻ വ്ലോഗായിട്ട് വന്നേക്കാണ്. ഇത്ര കാലം ഞാൻ എവിടെയായിരുന്നു, എന്തായിരുന്നു, ഒന്നുമില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒന്നൊന്നര മാസം ഈ വർഷത്തെ ആദ്യത്തെ വ്ലോഗാണ്. അപ്പൊ നമ്മള് വണ്ടിയായിട്ടൊരു കല്യാണ പരിപാടിക്ക് പോവാം. അപ്പൊ അതിനുവേണ്ടി രാവിലെ 8:30 അപ്പൊ അതിനുവേണ്ടി പോകുന്ന പരിപാടി ഇന്ന് എന്നായാലും എല്ലാ ദിവസവും വ്ലോഗ് എടുക്കാൻ ശ്രമിക്കും. നമ്മളൊരു കാര്യം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാൻ ഭയങ്കര പാടായിരിക്കും അല്ലടാ, അല്ലേ? എന്താ എല്ലാരും വിതുങ്ങിയിരിക്കുവാണ്. ഞങ്ങള് 3 പേരേ ഉള്ളൂ. ചെറുന്റെ അനിയനുണ്ട്, ബോസും ഉണ്ട്. നമ്മള് വണ്ടിയായിട്ട് പോവാ ഒരു കല്യാണത്തിന് ആണ്. എന്താത്തിനാ പോവാ അല്ലേ? അതെ രാവിലെ എണീച്ച് റെഡി ആയിട്ട് പോവെല്ലാം കൂടെ. അപ്പം ഇതായിരുന്നു നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ കൊറേ കാലം നമ്മളിങ്ങനെ ഫോണ് വ്ലോഗ് എടുക്കാൻ വേണ്ടി എടുത്തിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നിടായിരുന്നു, മടിയായി. പിന്നെ ആ കാര്യം അങ്ങ് വിട്ടുപോയി. ഓരോരോ പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുമല്ല വ്ലോഗ്. ഇപ്പൊ നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തുടങ്ങാം. ഇപ്പൊ ജിമ്മിൽ പോകുന്നതാണെങ്കിലും തന്നെ ബോസ് നിർത്തി കഴിഞ്ഞ് ഇതുവരെ ജിമ്മിൽ പോകുന്നില്ല. വലിയ ജിമ്മാണോ അല്ലേ? ഒന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല എന്ന് പറഞ്ഞാലേ വ്ലോഗിന്റെ കാര്യം. നമ്മളൊന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴും എടുത്തോണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഗൈസ്. അതുപോലെ തന്നെ ഈ വ്ലോഗിന്റെ കാര്യം നമുക്കൊന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങാൻ പാടില്ല. അപ്പൊ ഞാൻ ഇന്ന് എന്നാന്ന് വെച്ചാൽ ചുമ്മാ ഫോൺ ഓണാക്കി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്നാ സംഭവം. എന്താണെങ്കിലും എല്ലാം ഇനി കാണിക്കാം നമുക്ക്. അപ്പൊ എന്നെ കാത്തിരുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ തിരുമ്പി വന്നിട്ടേ എല്ലാ കിട്ട പോയി സൊല്ലിருக்கு ഞാൻ വന്നെന്ന്. ഓക്കെ, അപ്പൊ ഇനി കാണാം. ഓക്കെ, മമ്മിലെത്തി ഗൈസ്. കുറച്ച് പെട്രോൾ കുടിച്ചിട്ട് പോകും. മമ്മി നിർത്തിയിട്ടുണ്ട് ഗൈസ്. ബോസിന് എന്നാണ് പറയാനുള്ളത്? ഇത്ര കാലത്തിന് ശേഷം നമ്മൾ വ്ലോഗ് എടുത്തേക്കോ. അപ്പൊ അവന്റെ ഒരു കമ്പാക്ക് പരിപാടിയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഇഷ്ടപ്പെടുമെങ്കിൽ അല്ലേ? അപ്പൊ എല്ലാരും അപ്പൊ കൊറേ പേര് ചോദിച്ചു എന്നാ വ്ലോഗ് ഇടാത്ത, എന്താ വ്ലോഗ് വരാത്തെന്നൊക്കെ. കാര്യം പറഞ്ഞാൽ മടിയെ, ഞാൻ എടുക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ അങ്ങ് നടക്കുവോ, വേറെ ഒന്നും ഇല്ല. അപ്പം പിന്നെ ഇനി എന്നാന്ന് വെച്ചാൽ കാണിക്കാം നമുക്ക്. കുറച്ച് ദിവസം ഇങ്ങനെ വ്ലോഗ് എടുത്ത് നോക്കട്ടെ എന്നാ സംഭവിക്കുന്നു. വ്ലോഗ് എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് ഇടണ്ടേ. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാലും ഇടും. എടുക്കാതിരിക്കുന്നതാണ് മെയിൻ പ്രോബ്ലം. നമുക്ക് എന്നാലും നോക്കാം. ഒന്നും സീനുള്ള കാര്യമില്ല. നമുക്ക് എന്തായാലും ഇന്നത്തെ ഫുൾ എന്നാലും വ്ലോഗ് എടുക്കുന്നുണ്ട്. വെളിയിറങ്ങി പെട്രോൾ അടിച്ചോണ്ടിരിക്കും. നമുക്ക് എന്നാലും ആ കല്യാണത്തിന് പോയത് നമ്മളത് കല്യാണ വീടിനവിടെ ഈ പയ്യനാണ് വിളിച്ചത്. ഇന്നേരം വണ്ടി കൈമാറി. എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഒരാണ്ടൊക്കെ നിക്കുന്നുണ്ട്. ഇവിടെ ഈ പയ്യൻ വിളിച്ചിട്ടാ നമ്മള് വന്ന്. അപ്പം ജിത്തു ആരാണ്ട കാണിക്കാനോ എന്തൊക്കെ കാണാതിരിക്കാനോ ഏണ്ടൊക്കെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഏണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. പൊട്ടത്തില്ലാത്ത വണ്ടി പൊട്ടിക്കൂന്നൊക്കെയാ പറയുന്നത്. നമ്മളെ ബാങ്കറൊക്കെ പോയി കഴിച്ച അത് വീടിന്റെ ഒരു സൈഡിൽ കൊണ്ടിട്ടുണ്ട്. ഇതാണ് പയ്യ. ഇവനാന്ന് തോന്നുന്നു കോർഡിനേറ്റ് ചെയ്യുന്നത്. എപ്പോഴായിരുന്നേ? ചായ കുടിക്കാൻ വിളിക്കുന്ന കൈസ്. നോക്കട്ടെ ചായ കുടിക്കാൻ എന്നാന്ന്. ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിപ്പോ നമ്മുടെ കല്യാണം പോലെ ഒരു പിടിയില്ല ഗൈസ്. ഈ കഴിക്കാൻ പോയി നോക്കിട്ട് വരാം ഗൈസ്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി എടുത്തിട്ടുണ്ട്. മാറി ചായ കുടിക്കും. മാർക്കറിയാൻ കഴിക്കാൻ വേണം. എനിക്ക് രാവിലെ ഒരു വിശപ്പുണ്ട്. അങ്ങനെ രാവിലെ വിശക്കാത്തതാണ്, പക്ഷെ ഇന്ന് വിശക്കുന്നു. ജിത്തിനെ കൊണ്ട് തന്നെ എടുപ്പിക്കാനാണോ? ആ കുഴപ്പമില്ല ഗൈസ്. 2 ഇഡ്ഡലി കഴിക്കട്ടെ. ചാർജായിട്ട് എനിക്ക് അന്നേരം പാട്ടൊക്കെ ഇട്ടിട്ട് വണ്ടി തുറന്നിട്ടേക്കോ. എന്നാ കാണിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുമോ? മാറി പിള്ളേർക്ക് എന്തെങ്കിലും കാണിക്കട്ടെ. ബോസാണ്ട് അവിടെ നിൽപ്പുണ്ട് മീനാന്ന് പറഞ്ഞ്. ഞാനിവിടെ വന്ന് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുമോ. ജിത്തു ആരാണ്ട കാണിക്കാനുള്ള പുറപ്പാടത്, അല്ലാതെ അവന് ആത്മാർത്ഥത കൂടിയിട്ടൊന്നുമില്ല അല്ലേ? ജിത്തുവിനെ ആരാണ്ട് ഇംപ്രസ് ചെയ്യണം അല്ലേ? ഇംപ്രസ് ചെയ്യണം. എല്ലാവരും ഇറങ്ങുക. ചെറുക്കൻ്റെ ആൾക്കാരെ ബാക്കിയ ഈ ഹോണ്ട സിറ്റിയുടെ പുറകെ കിടപ്പുണ്ട്. ഇവിടുത്തെ പയ്യൻ നമ്മുടെ കാർ എടുക്കാൻ കയറിയിട്ടുണ്ട്. അവനിവിടം വരെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അവന്മാർ ഇറങ്ങി വരട്ടെ. എടുക്കാൻ ക്യാമറമാൻ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. പുതിയ ഇലയൊക്കെ ഇട്ട് ചെറുക്കൻ്റെ വണ്ടിയുടെ കൂടെ പുറകെ വന്ന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറിയിട്ടാണ് ഒരു ചെറുക്കൻ വണ്ടി എടുത്ത് നമ്മൾ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് എല്ലാവരും ഇറക്കിയിട്ട് ഞങ്ങളങ്ങ് പോകുന്നത്. എല്ലാവർക്കും വണ്ടി ഇങ്ങനെ കൈമാറി കൊടുത്ത് ശരിയാത്തില്ല.
അതാണ് മെയിൻ കാര്യം. പിന്നെ എന്റെ കൂട്ടാനായിട്ട് മാത്രം കൊടുക്കത്തില്ല, നമ്മള് കൊടുക്കത്തില്ല. ഇതിനകത്താണ് ചെറുക്കൻ, നമ്മള് ചെറുക്കന്റെ ആൾക്കാരാണ്. ഇനി ഇവിടുന്ന് നേരെ നമ്മള് എവിടെയാണോ പോകുന്നത്? അയർക്കുന്നം പോകുന്നു. ഇവിടുന്ന് ഒരു കുറച്ച് 10-28 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോ നിക്കുന്ന ഉമ്മനല്ല. ഇവിടുന്ന് നേരെ ഇനി അവിടെ പോകണം. അവിടെ ചെല്ലുക, ഇവരെ ഇറക്കുക, നമ്മളെ ഫുഡ് മേടിക്കുക, നമ്മള് തെറിക്കുക. അത്ര ഉള്ള പരിപാടി. ചുമ്മാ ഒന്നുമില്ല ഗൈസ്, നമുക്ക് പേയ്മെന്റ് ഒക്കെ ഉണ്ട്. അല്ലാതെ ചുമ്മാ എന്തായാലും ഇത് കണ്ടിട്ട് വണ്ടി വല്ലതും വേണേ നിങ്ങൾ ഡീം ചെയ്യും ഗൈസ്. അപ്പോ ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയില്ല, ഒറ്റ വണ്ടിയുള്ളൂ. മറ്റേ വണ്ടി മൊത്തം പണിയായിട്ട് ഇറക്കും. പണിതിറക്കും. അതെ. ഇന്നലെ നമ്മുടെ എസ്റ്റീമും ആ ബാങ്കറുള്ള വണ്ടി നമുക്ക് ഇതിന്റെ കൂടെ വരണ്ടായി. 2ന്റെ പേയ്മെന്റും കൂടെ അമ്മ തന്ന്. പക്ഷെ അതിന് അൺഫോർച്ചുനേറ്റ്ലി അതിനൊരു പണി കിട്ടി. ആ പണി വേറെ വീഡിയോ കാണിക്കാം. അതൊരു വേറൊരു വീഡിയോ ഉണ്ടാക്കാം. ആ വണ്ടി ഇനി പണിയെടുക്കുമ്പോ കാണിക്കാം. ഇനി എന്നും വ്ളോഗുള്ളതുകൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റും അല്ലേ? നീ പഠിക്കാൻ പോക്കോണോ? അതെ. ബോസിന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു ഓർബിറ്റ് വന്നാളാ ആണ്ട ബോസിന്റെ സൈഡിൽ ഓർബിറ്റ് കഴിക്കട്ടെ ഗൈസ്. ഓഡിറ്റോറിയത്തിന് അവിടെ എത്താന്ന് കൊറേ നേരമായിട്ട് വണ്ടി ഓടിക്കുക. നമ്മൾ അവിടെ നിന്ന് കൊടുങ്ങൂരോ ഇതുവരെ എത്തിയില്ല. ഈ ഹോണ്ട സിറ്റിയുടെ ബാക്കിൽ തന്നെ എപ്പോഴും നമ്മുടെ ബാക്കിൽ ഒരു 28 കിലോമീറ്റർ 28 ഓടിയിട്ടുണ്ടോ? ഇവരുടെ വീട്ടിൽ നിന്ന് അതിൽ കൂടുതൽ ഓടി, നമ്മുടെ വീട്ടിൽ നിന്നാണ് അതിൽ കൂടുതൽ ഓടി. നോക്കട്ടെ ഗൈസ്, നമ്മള് ഓട്ടെ. ഇവരുടെ പുറകെ തന്നെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നിൽക്കുമോ ഗൈസ്? നമുക്ക് സ്പോട്ട് അറിയത്തില്ല, അവരൊന്നും പറഞ്ഞില്ല. ഇവരുടെ പുറകെ വരാനോ ഇങ്ങനെ പതുക്കെ ആടി. പുറകെ ഒരു വണ്ടിയുണ്ട് ഗൈസ്, ഒരു സെന്ന് കണ്ണാടി കൂടെ കാണുന്നുണ്ടോ ഗൈസ്? അത് ബോസ് എന്താണ് ചിരിക്കുന്നത്? ചിരിക്കാനൊന്നും ഞാനിവിടെ പറഞ്ഞില്ല. ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ തമാശിച്ചൊന്നുമില്ല. അങ്ങോട്ട് പോട്ടെ ഗൈസ്. എത്തി കിട്ടുന്നതന്നെ പുറകെ ഒരു സെന്നുണ്ട് ഗൈസ്, ബാങ്കറുള്ള. നമ്മളെ എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ, അവിടെ പൊട്ടുന്ന വണ്ടി. നമ്മളിങ്ങനെ ഒതുങ്ങി കിടക്കുവാണ്. നമുക്ക് അത്ര നമ്മുടെ വണ്ടി ഇത് അമ്പലം കഴിച്ചു. അപ്പൊ നമ്മൾ ആ മര്യാദക്ക് നിക്കണം. അതേ പുറകെ ഒരു സെന്നുണ്ട് കണ്ടോ, സൈഡ് കാർബൺ ടിപ്പൊക്കെ ചെയ്ത്. അങ്ങനെ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക് ഒന്ന് മാസം ഇറക്കുവാണോ? നമ്മളെ വീട്ടൊന്നും ചെയ്യുന്നില്ല. അമ്പലമാണ് ഗൈസ്. ഒരു അമ്പലത്തിൽ വെച്ച് കെട്ടിയിട്ട് ഇതേ ചെറുക്കനാണ്ടിരിക്കുന്നത്. ഇനി ഇവര് കെട്ടിയിട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെയാണോ? ഇവിടെ ഓഡിറ്റോറിയം ഇവിടെ എത്തുന്നു. പൊട്ടിക്കുന്ന ഗൈസ്. നൈസായിട്ടുള്ള സൗണ്ടല്ലേ? നല്ല ഹോട്ടലേ. സംഭവം ഇനി നോക്കട്ടെ ഇവിടെ. അപ്പം നമ്മള് ഇനിയിപ്പം അങ്ങോട്ട് പോവാണ്. ഇവിടെ എല്ലാവരും സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിപ്പോയിരിക്കുന്നു. ഇനിയിപ്പം വണ്ടി നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ഇല്ല, നമ്മളപ്പുറത്തോട്ട് മാറ്റിയിടുവാണ്. നമ്മളെന്തേലുമൊക്കെ പറയും, നമുക്ക് എന്തേലുമൊക്കെ പറയാമല്ലോ, പറഞ്ഞുകൂടെ? എൻ്റെ പൂജ ഉണ്ടാ കത്തിച്ചു വിടുന്നുണ്ട് അങ്ങോട്ട്. ഫ്രണ്ടിൽ 2 വണ്ടി പോകുന്നുണ്ട്. ഫ്രണ്ടിലൊരു സെന്നോ ഉണ്ട്, പിന്നെ നമ്മുടെ ചെറുക്കൻ്റെ വണ്ടിയുണ്ട്. ഞങ്ങൾ 3 വണ്ടിയാണ്. നമുക്ക് വാൽവട്രോണിക് ഉള്ളേ, അതേ ഉള്ളൂ. അവിടെ പൊട്ടലും ചീറ്റിലും കേൾക്കുന്നുണ്ട് ഗൈസ്. നീ എന്നെ അവിടെ പൊട്ടിക്കുന്നുണ്ടോ ഗൈസ്? അമ്മ പെണ്ണിന്റെ വണ്ടിയാണ്. പെണ്ണിന്റെ വണ്ടി വന്നിട്ടുണ്ട്. ഫ്രണ്ട് സെല്ല് നല്ലപോലെയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എസ്റ്റീവ് ഇല്ലാത്തതിന്റെ കുറവുണ്ട്. അങ്ങനെ ഉണ്ടായി. അത് കൊള്ളാം, പൊളിച്ചു.
നല്ലൊരു തിരിച്ചോണ്ട് വരാം. കൊള്ളാല്ലേ റിയോട്ട് കുറച്ചോളം പറ. നമുക്ക് ഇങ്ങോട്ട് വരുവാണ്, അവൻ അങ്ങോട്ട് വരുവാണ്. അങ്ങോട്ട് കയറണ്ട, ഇങ്ങോട്ട് പോട്ടെ. നിനക്ക് ആ പുള്ളിയോട് പറയട്ടാ, നിനക്ക് നിർത്തിക്കേ. പാവണ്ട് പുള്ളി വട്ടം കളിക്കും. വണ്ടി തിരിച്ചോണ്ടിരിക്കുകയാണ്. സെന്നാലുള്ള പുള്ളി ഒറ്റയ്ക്കാണ് ഗൈസ്. ഞാൻ കൂടുതൽ സംസാരിക്കാത്ത വണ്ടിയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവരെന്നാ സംസാരിക്കുക നിങ്ങൾ കേട്ടല്ലോ. ആ കുളം കാണിച്ചു കൊടുത്തത് അതാണ് ഗൈസ്. നല്ലൊരു കുളം ഉണ്ട് അവിടെ. എന്നാണാ വരുമോ? അമ്മത്ത് പോ. ആ സെന്നെ വന്ന പുള്ളി ഒറ്റയ്ക്കാ ഗൈസ്. ഈ സാധനം ഓഫ് ആക്കിയില്ല. ആ സാധനം ഓഫാക്കിയില്ല. ആ കുഴപ്പമില്ല, അത് ഓഫാക്കി. ഇനി വിട്ടോ വെച്ചു. ആ മോട്ടം പിന്നെ മോട്ടം പെണ്ണിന്റെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടിയുടെ ഇടയില്ലല്ലോ. കയറ്റി പൊക്കുവോ അവിടെ ഇടാം. എവിടെ ഇടാനാളാ? ഇങ്ങോട്ട് ചരിച്ചിട്ടോ. സെന്നെ അങ്ങോട്ട് നോക്കുന്നു. ഈ വണ്ടി ഇപ്പൊ ഇറക്കുന്നേ ഇല്ല, അങ്ങോട്ട് കയറ്റി. വണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്ത് നമുക്ക് വ്ളോഗിലൊന്നും സംസാരിച്ച് പരിചയമൊന്നുമില്ല. ഇവനൊക്കെ വലിയ വ്ളോഗർ. 4 വീഡിയോ ഇട്ടപ്പോ അവൻ അഹങ്കാരം. ഇവനൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവന്റെ ഒക്കെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് നശിപ്പിച്ചു വിടും, റിപ്പോർട്ട് ചെയ്തു വിടും. പക്ഷെ നമ്മൾ ഇറങ്ങട്ടെ. നല്ലൊരു റോട്ടിങ്ങണ്ട്. അമ്പലം അപ്പുറം നേരത്തെ കയറിയ അമ്പലമല്ലേ. ഒരുത്ത വണ്ടിയൊക്കെ ഉന്തി മാറ്റുന്നു. ഭയങ്കര കമ്മിറ്റ്മെന്റ് ആട്ടോ അവന് വണ്ടിയോട്. എല്ലാരോടും അവന് കമ്മിറ്റ്മെന്റ് ആണോ? അത് നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു? പറഞ്ഞു പോടാ, വണ്ടി അങ്ങോട്ട് കയറ്റി തരട്ടെ. അടച്ചാടാ. ഭയങ്കര കോർഡിനേഷൻ. ഇതാണ് ഗൈസ് ആസാൻ പിച്ചേന്റെ എ സിക്കകത്തിരിക്കാം, എന്നിട്ട് ഇറങ്ങാം. പൊന്നു ഗൈസ്, കൊറേ നേരമായിട്ട് വണ്ടി ഓടിക്കും. ആ കിലോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ. സെന്നുകാരൻ ഒറ്റയ്ക്ക് കേട്ടോ, പാവമുണ്ട് പുള്ളി. വണ്ടി ഓഫ് ചെയ്യാം. പൊന്നു ഗൈസ്, ഇവിടെ വലിയ ബഹളമില്ല, മിനിമലായിട്ട് നടത്തുന്ന ഒരു കല്യാണം ഒന്നും കേട്ടോ. വലിയ ആളും ബഹളമൊന്നും ഇല്ല. ഇനി അമ്പലത്തിൽ കുറച്ച് പേര് വരത്തോളായിരിക്കും. ഇനി ഇവിടുന്ന് ഓടിച്ചോർന്ന് തന്നെ അവൻ അവിടെ പോയി താളം വിടുവാണ് ഗൈസ്. നമ്മുടെ 2 വണ്ടി എടുക്കണ്ടായിരുന്ന. ഇതാ സെന്നിന്റെ മുതലാളിയാന്ന് തോന്നുന്നു. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവരോട് ഓക്കെ. അമ്മമാരോട് എക്സ്ട്രാ പേയ്മെന്റ് ചോദിക്കാനാണ്. നമ്മുടെ വീട്ടിലോട്ട് ഇനി മൊത്തം ഒരു 110 കിലോമീറ്റർ ഞങ്ങള് വൺ സൈഡ് മൊത്തം ഉണ്ടാവും. എല്ലാം അപ്പ് ആൻഡ് ഡൗൺ എല്ലാം തീരും. ആ പയ്യന്മാര് വരുന്നുണ്ട് ഗൈസ്. അമ്മമാര് വന്നിട്ട് നോക്കട്ടെ. ഒരു നല്ലൊരു കുളമുണ്ട്. മീൻ ഇതാണ് ഗൈസ് ഇതിൻ്റെ എക്സോസ്റ്റ്. എന്നിട്ട് പണിയാണ് ഗൈസ്. അത് പാമ്പ് വെക്കുക. വണ്ടി അവിടെ നോക്കുന്നുണ്ട്. കുറേ പിള്ളേരൊക്കെ പോയി പെണ്ണ് ചെയ്ത് ഗൈസ് ഹീറ്റിങ് പോകാൻ വേണ്ടി. എല്ലാം ഇപ്പോഴത്തുള്ള സെറ്റപ്പാണ്. ആണോ അതിൻ്റെ ഓണർ. എന്താ ഫാങ് ഇറങ്ങുന്നുണ്ടോ? കല്യാണപ്പെണ്ണും ചെറുക്കനും അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നമ്മൾ ആണോ അവിടെ ഉണ്ട്. നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക. എന്നാ ചെയ്യാം, നമുക്ക് സദ്യ കിട്ടുക എന്നങ്ങ് പോകാമെന്നുണ്ട്. ഒന്ന് കഴിക്കാൻ വന്നിരിക്കുമോ? ചോറ് വന്ന് ചോറും കിട്ടി. നീ കഴിച്ചാൽ മതി. ഓക്കെ ഗൈസ്, കഴിക്കാൻ പറ്റില്ല, കമ്പി അടക്കിയിരിക്കുക. നമുക്ക് പായസം കിട്ടി ഗൈസ്. പായസം കഴിക്കുന്ന അങ്ങനെയാണോ? പഴം ഇട്ടാണോ?
കുറച്ച് ഉപ്പും കൂടെ ഇട്. കുറച്ച് മുളക് പൊടി കൂടെ ഇടാം. ആ ഇട്. പപ്പടം നിറവാ. പപ്പടം ഇല്ല. എന്നാണ് കാണിക്കുന്നത്? അങ്ങനെ കുഴയ്ക്കുക. ഇടിലം കഴിച്ചു തലയ്ക്ക് പിടിച്ചു. നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങിയത്. ഇവിടെ ഒരു ഇടിലം കുളമുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചതാണ്. ഇതെന്താ പെയിൻറ്റിങ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. പെയിൻ്റ് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ വരിക. കൊള്ളാം. ഓക്കെ, സബ്സ്ക്രൈബറാണ്. ഇതാണോ ഈ ഫണ്ട് കിട്ടി? വണ്ടി എടുത്ത ഇവിടുന്ന് നമ്മൾ പറഞ്ഞ കിലോമീറ്റർ കൂടുതലായിരുന്നു. അപ്പൊ നമ്മള് ബാക്കി ഫണ്ടും കൂടെ ചോദിക്കുമായിരുന്നു. ബാക്കി ഫണ്ട് കിട്ടി. ഇന്ന് വരണേടാ. ചേട്ടാ സൂപ്പർ സൂപ്പർ. കല്യാണത്തുനിന്ന് ഇറങ്ങി നമ്മുടെ വ്ളോഗൊക്കെ അവിടെ നിന്ന് പയ്യന്മാരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഇനി അമ്മാർക്ക് വേണ്ടി ഈ വ്ളോഗ്, അമ്മാര് ചോദിക്കുന്ന ഈ വ്ളോഗ് വരുമെന്നാ അല്ലേ? ജിത്തുവിന്റെ ഓരോ വള്ളിയാണ് കൈ. എന്നാ ചെയ്യാനാന്ന് പറ. അവര് പറഞ്ഞ കിലോമീറ്റർ അവരാകെ 28 കിലോമീറ്റർ അങ്ങാണ്ട് നമ്മളോട് പറഞ്ഞ വണ്ടി വിളിച്ചു. അപ്പൊ കിലോമീറ്റർ അനുസരിച്ചുള്ള ഒരു റേറ്റ് നമ്മൾ പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കിലോമീറ്റർ 53 കിലോമീറ്റർ അങ്ങാണ്ട് വൺ സൈഡ് ഉണ്ടായി. 56. അപ്പൊ നമ്മള് പിന്നെ എക്സ്ട്രാ പേയ്മെന്റ് മേടിച്ചിട്ട് ഇപ്പൊ ഇറങ്ങുന്നത്. പരിപാടി കഴിഞ്ഞു. ഇപ്പൊ ഈച്ചായിട്ട് ഞങ്ങൾ ഇറക്കി അങ്ങോട്ട്. അതായിരുന്നു ഗൈസ് പരിപാടി, വേറൊന്നുമില്ല. വേറെ ഗൈസ് അവിടെ കിടക്കുന്ന അവൻ പോവായിരുന്നു, അവന്റെ ലൈറ്റ് മാറ്റുമായിരുന്നു. അപ്പൊ ഗൈസ് ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഫോൺ എടുത്ത്. AC ഒക്കെ കുറച്ചിട്ടായി, ടെമ്പറേച്ചർ കുറച്ചിട്ട്. ഇവിടെ നിന്നിട്ട് തണുപ്പ് വരുന്നില്ല കേട്ടോ, ഓടിക്കുന്നത് തന്നെയായിരുന്നു സുഖം. ഇപ്പൊ കിട്ടുന്നു. ഇപ്പൊ ടെമ്പറേച്ചർ കുറച്ചപ്പോ ഇവിടം വരെ വരുന്നുണ്ട് ഗൈസ്, അല്ലെങ്കിൽ വരത്തില്ല. ഇനി നമ്മൾ നേരെ പോവും. നമ്മള് പോകുന്ന റോഡ് കുഴപ്പമില്ല. ഇങ്ങോട്ട് വന്നിരുന്ന റോഡായിരുന്നു ഭയങ്കര കുണ്ടും കുഴിയുള്ള മൊത്തം കട്ടറുള്ള റോട്ടിൽ കൂടെ പന്ന വഴി കൂടെ പതുക്കെ ചവിട്ടി അവര് വരുന്ന വണ്ടിയുടെ പുറകിൽ നിന്ന് നമ്മൾ വന്നേ. പതുക്കെ വന്നേ. അത് നമുക്ക് സ്പോട്ട് അറിയത്തില്ല, ഒരു ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടില്ല. ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും, അങ്ങോട്ട് പുറകെ വരാനാണ്. ലൊക്കേഷൻ ചോദിച്ചിട്ട് പറയുന്നുമില്ല. ഇതാ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ സർവ്വസാധാരണ. പക്ഷെ ഇതൊരു വല്ലാത്തൊരു പോസ്റ്റ് പോയില്ലേ. കൊറേ കൂട്ടുകാര് ഇങ്ങനെ ആൻഡ്രസ്റ്റ് കൂരിട്ടെ തല തീരുമാണല്ലോ. പോടാ അങ്ങോട്ട്, അത് കയ്യാതെ വെച്ച് നോക്കാം, അന്നേരം അറിയാം. എന്നൊക്കെ വണ്ടിയുടെ ഫിറ്റിങ്സ് ഒക്കെ ഊരി കളഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്നു. ബോസിന്റെ ഓടിയത് നോക്ക്. സെന്ന് പറയുന്നുണ്ട്. ആ പോരെ ഇടിച്ചു ചേച്ചി. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പൊൻകുന്നോ 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 കുറച്ചു കാലം മാറി കിട്ടുമ്പോഴത്തേക്ക് ലെഫ്റ്റ് ഇനി നേരെയുള്ള റോഡാ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ് പരിപാടി. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കും. ഇനി അങ്ങോട്ട് പോയാൽ മുണ്ടക്കെ, ഇങ്ങോട്ട് പോയാൽ നമ്മളങ്ങോട്ട്. ഇനി നേരെ ഇത് ഈ വഴി ഇവിടുന്ന് ഇനി ഒറ്റ റോഡാ നേരെ പോയാൽ. അപ്പൊ നമ്മളിനി അങ്ങോട്ട് ചലിക്കട്ടെ ഗൈസ്. ഇനി ചലിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് കാണാം. ഓക്കേ, പുതുപ്പള്ളി എത്തി. നമ്മുടെ ബജ്ജിക്കടയൊക്കെ ഇല്ലേ ഇവിടെ, അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം പെട്ടെന്നായിരുന്നു. പുതുപ്പള്ളി എത്തിയിട്ട് നമ്മളൊന്ന് ആ ഫാൻ എന്നേലും ഓണാക്കിട്ടോ. ഇവിടെ ഇനി ഇരിക്കുകയാണ്. 2 ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, 2 നാരങ്ങളൊക്കെ കുടിച്ചിട്ട് ഒന്ന് ചില്ലായിട്ട് ഇരിക്കട്ടെ. അതായിരിക്കും നല്ലത് അല്ലേ? അല്ലേ 850 താക്കോലി ഒന്നും കൂടെ. പായി വണ്ടി ഓഫ് ആക്കിയിട്ട് അന്നേരം തന്നെ ചെയ്യാൻ തണുപ്പ് കിട്ടും. ഇത് കണ്ട കൈ വണ്ടിയുടെ ഫിറ്റിംഗ് അല്ലേ ഊരി കളഞ്ഞിട്ട് ഇപ്പൊ അതൊരു വണ്ടി ഓടിക്കും. ഇതൊന്നും എനിക്ക് വേണ്ടെന്ന്. ഇതൊരു ഇറിറ്റേഷനാണ്. എന്നാ ചെയ്യാനാ, എന്ത് ചെയ്യാനാ? ഷോ എല്ലാം മുടിച്ചെറുക്ക്, തമ്പിയും കുടുംബവും എല്ലാം പുതുപ്പള്ളി ഇറക്കി. ഒന്നും പറയാനില്ല, കിടിലോ. അപ്പൊ ഇതായിരുന്നു ഗൈസ്, അതാണ് പുതുപ്പള്ളി പള്ളി. അതൊക്കെ നേരത്തെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി പൊതുവെ അങ്ങോട്ട് വ്ലോഗ് ഇടാൻ ഞാൻ ശ്രമിക്കാം. എന്നെ വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും
പിന്നെ എന്താന്ന് ഇത്ര നാളെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ തോന്നിയില്ല, പക്ഷെ ഇടാൻ പറ്റിയില്ല. ഇങ്ങനെ ഫോൺ എടുക്കുക, നമ്മൾ ബ്ലോഗിന്റെ കാര്യം ഒരു പ്രാവശ്യം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. അതാണ് പിന്നെ അതിനോടൊരു താല്പര്യമില്ലാതെ പോകും ഞാൻ വഴി അങ്ങ്. അതാണ് മെയിനായിട്ട് ഇടാനത് കാരണം. അവിടെ പോയി സദ്യയൊക്കെ കഴിച്ചിട്ട് ഇവിടെ നാരങ്ങ കുടിക്കണം. അങ്ങനെയൊക്കെയായിരുന്നു ഗൈസ് പരിപാടികളൊക്കെ. ഇതാണ്, ഇങ്ങനെയൊക്കെയാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം അല്ലേ? അതെ 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 അതെ. ഏതാ നാരങ്ങ വെള്ളം കുലുക്കി പോലെയുണ്ട്. ഓരോ സമയത്ത് വരുമ്പോൾ ഓരോരോ ടൈപ്പ് നാരങ്ങ വെള്ളം കിട്ടുന്നത്. എന്ത് ചെയ്യാൻ ഗൈസ്, ഇതൊന്ന് കുടിക്കട്ടെ ചില്ലാട്ടെ. പള്ളി അവിടെ കിടക്കുന്ന ഒരു ഓറഞ്ച് സാധനം കണ്ടോ? അധികം ആർക്കും ഇല്ലാത്തതാണ് ഗൈസ് ഇത്. അയ്യേ ഇതന്നെ, അയ്യേ അയ്യേ ഇത് കണ്ട ഗൈസ്, ഓറഞ്ച് കാർ. അധികം ആർക്കും ഇല്ല ഇവിടെ. വന്നതേ ഊക്കാന്നല്ലോ. നമ്മുടെ പയ്യന്റെ വണ്ടിയാണ് തെറിപ്പിച്ച്. എന്നെ ചെയ്യാനെന്ന് കൂടെ ഉള്ള എന്തെങ്കിലും തലതിരിവുള്ളവന്മാര്, ബോധമുള്ള ആരെയും ഞാൻ മാത്രമേ ഉള്ളൂ. ആ പിന്നെ ഇതാണോ ഉള്ള വ്യൂ കൂടെ പോയി. ഞങ്ങൾ പിക്ക് എടുക്കട്ടെ ഗൈസ്. നമ്മുടെ ഷിബു എന്റെ വ്ളോഗ് വന്നിട്ടുണ്ടോ? വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. അതാണ് ഇതന്നെ ഇങ്ങനത്തെ പെട്ടെന്ന് ഓറഞ്ച് കാറിന്റെ കഥ എന്ന് പറയാം. എടുത്തതാണ് 40 രൂപ എറിഞ്ഞ് 32 രൂപയ്ക്ക് എടുത്തിട്ട്. അത്രേ ഉള്ളൂ. 32 രൂപയ്ക്ക് വെയിൽ കൊള്ളാൻ മഴ കൊള്ളാൻ പറ്റിയ ഒരു സാധനം കിട്ടി അല്ലേ? ഫോട്ടോ എടുത്ത് തന്നിട്ട് പോകും. ഫോട്ടോ എടുത്ത് തരാൻ വിളിച്ചു വരുത്തിയത്. ആ പരിപാടി അതിനെപ്പറ്റി പറയാത്തതല്ലേ. ഇത് നമ്മളിട്ട് പുതിയ അല്ലേ ഷിബുവിന്റെ വണ്ടിയുടെ ഒരു റൗണ്ട് അടിച്ചുള്ള റിവ്യൂ കാണിച്ചു തരും. വാ, ഇതാണ് ഗൈസ് ഓറഞ്ച് വണ്ടി. നമ്മള് പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടി ഇറക്കിയ വണ്ടിയാണ്, BJP-ക്കാർക്ക് വേണ്ടി. അതാണ് നമ്മൾ പാർട്ടിയുടെ പരിപാടിക്ക്. ഇപ്പം BJP വണ്ടി എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമല്ലോ. ഇതാണ് വണ്ടിയുടെ ഒരു വാക്ക് റൗണ്ട് വീഡിയോ. അകത്ത് പുല്ലൊക്കെ ഉണ്ട്, മോഡിഫിക്കേഷനാണ് മൊത്തം. ഫുൾ മോഡിഫിക്കേഷനാ. പുറകെ വൈപ്പറുണ്ട്, ഫുൾ ഓപ്ഷനാ. അത്രേ ഉള്ളൂ. വീട്ടിൽ പശു. ഓക്കെ, ഞാൻ 2 പിക്ക് എടുക്കട്ടെ. നമ്മളിപ്പോൾ പുതുപ്പള്ളിയിലാണ്. നമ്മൾ ഷിബുവിൻ്റെ വണ്ടിയിൽ ഒറ്റ അടി. ഇത് സെൻ കാർബറേറ്റർ ആണെന്നൊന്നുമില്ല. നമുക്ക് പറയാൻ ഒറ്റപ്പാട്. ഷിബു എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാണ് കേട്ടോ. അതാ ഭയങ്കര സ്പീഡാ. ഞാൻ സ്പീഡിൽ പോയത് എന്നെ പഠിപ്പിച്ചാ. അതാണ് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ഞാനത്. അത്രേ ഉള്ളൂ. ലൈസൻസും കിട്ടി. പിന്നല്ല ഒറ്റയ്ക്ക് എടുത്ത്. ഇപ്പൊ പഠിക്കാനൊന്നും പോകുന്നില്ല, വണ്ടി ഓടിച്ച് നടക്കുവോ. അതിന്റെ കോളേജിലൊന്നും പോകത്തെ കേട്ടോ. വണ്ടി ഓടിക്കാൻ പഠിച്ച് വണ്ടിയായിട്ട് രാവിലെ തൊട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുവോ. വണ്ടി അത് ആദ്യത്തെ ഒരു മൂപ്പുള്ളു കൈസ, കുറച്ചേ പോളൂ. നമ്മളിതൊക്കെ എന്തോരം കണ്ടല്ലോ. നമ്മുടെ വരാത്ത വണ്ടികളല്ലോ. വണ്ടി ഇപ്പൊ ഒരു വള്ളി കഴിഞ്ഞിട്ട് വന്നേ ഇതൊക്കെ കാണുന്നതാണ്. പിന്നല്ല ഇത് ഈ വീഡിയോ അവന്മാർ നോക്കിയിരിക്കുവോ. കുറെ കാലം കൂടി ഈ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്ത് ഈ വർഷം ഇടാൻ തുടങ്ങുന്നത്. അപ്പൊ മോനെ നിനക്കുള്ള വീഡിയോ നീ ഇത് കണ്ടാണോ? അതെത്രേ ഉള്ളു. ആണ് ഗൈസ് പുതുപ്പള്ളി. അതങ്ങനെ ഒരു തൂക്കേട് പിടിച്ചവൻ. കണ്ട ചെറുനെ ഇതൊക്കെ നീ കാണുന്നുണ്ടോടാ? എനിക്ക് പ്രാങ്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അയ്യോ വണ്ടിക്ക് പോട്ടറ പതുക്കെ മതി. അതിന്റെ അലോയ് കാണാൻ നല്ല രസമാണ്. അത്രേ ഉള്ളൂ. ഈ സാധനത്തിന് വലിയ റേറ്റ് ഇല്ല, മേടിക്കാൻ കിട്ടും വലിയ വില. ഞാൻ കാണിച്ച വീഡിയോ കണ്ടല്ലേ. എത്ര 8 ഡബിൾ 8 15 രൂപ താഴെ കണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അല്ല സിംഗിളിന് എത്രയാണ്? 10 രൂപ. ഡബിളിനാണെങ്കിൽ ഹോൾസെയിലാണെങ്കിൽ 8 രൂപ കണ്ട്. 8 രൂപയാണോ അന്നേരം തന്നെ? അയ്യോ വണ്ടിയും കൊണ്ട് ഇതുവഴി ഈ സൈഡിൽ കൂടെ ഒക്കെ ബൈക്കും കൊണ്ട് നമ്മള് മര്യാദക്ക് ഒക്കെ നോക്കി ഓടിക്കുന്നോണ്ട് നമുക്ക് കുഴപ്പമില്ല. വരാനുള്ള എണ്ണയാണെങ്കിലും വരണ്ട നമ്മുടെ നെഞ്ചത്ത് വരും അല്ലേ? നമ്മള് മര്യാദക്ക് ഓടിച്ചാലും ചിലപ്പോ വരണ്ടല്ല നമ്മുടെ സ്ഥലത്ത് വരും. അയ്യോ പറഞ്ഞ കാര്യം, ഞാൻ സീറ്റ് ബെൽറ്റ് ഇതൊക്കെ നമ്മുടെ സ്ഥലമല്ലേ? പിന്നല്ല എന്ത് പറ്റി കിടക്കുന്നു ഒന്നും നടത്തില്ല. മിക്കവാറും ഒന്നെങ്കിൽ RC ബുക്ക് പോലെ ലൈസൻസ് അത് ഞാനായിട്ട് വരുത്തുന്ന പറ്റിയല്ല. ഈ ഇവന്മാരെല്ലാം കൂടെ തരുന്ന പറ്റി. പിന്നല്ല അതെ കാറിനകത്തിരിക്കുന്ന ഒരുത്തന്നെ എനിക്ക് പറ്റി തന്നേക്കാം.
ഡോക്ടറല്ല ബോസ്. നീല കളറിലെ നമ്മുടെ ഈ സ്ഥലം എന്നെ ഭംഗിയാണ്. നിങ്ങൾ ഈ വീട്ടിൽ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു വ്ളോഗ് കാണുന്നുണ്ട്. ജസ്റ്റ് വൈകുന്നേരമോ അല്ലെ വെളുപ്പിനെയോ, നമ്മളെപ്പോലെ ആൾക്കാർ വെളുപ്പിനെ എണീക്കുന്നത് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ നേരത്തെ എണീക്കുന്നത്. എനിക്ക് രാവിലെ അല്ല എന്തൊക്കെ രാവിലെ പരിപാടി ഉണ്ട്, അലാറം വെച്ചാൽ ഉമ്മാരാരെങ്കിലും വിളിച്ച് എണീപ്പിച്ചിട്ട് ഞാൻ എണീക്കും. എന്നിട്ട് രാവിലെ ഇന്ന് ഇപ്പൊ 8 മണിയായപ്പോൾ റെഡിയായിരിക്കുന്നു. ഇപ്പൊ എത്ര മണിയോ 3 മണിയോ 3:30 4 അതാണ് കഴിച്ചത്. നമ്മുടെ വീടിനടുത്തുള്ള ചായ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയായിട്ട്, ഒരു പരിപാടി ഇല്ലാതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കണം അല്ലേ? അല്ല നമുക്ക് ഒരു ഇതും ഇല്ല, വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് പോകരുത്. ആ പ്രൊഡക്റ്റീവ് ഇങ്ങനെ ആക്കിയത് അതാണ് കഴിച്ചത്. നമ്മളിങ്ങനെ ചുമ്മാ പെരക്കാത്തിരിക്കരുത്, നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടവർക്ക് എന്തെങ്കിലും മനസ്സിലാവട്ടെ എന്ന് ഓർത്തു. അപ്പൊ അങ്ങനെയാണ് ഗൈസ് നമ്മുടെ ജീവിതം എന്ന് പറയാൻ. ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല, എല്ലാം അൺഎക്സ്പെക്ടഡ് ആയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നീ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ജീവിതത്തിൽ ചിലതൊക്കെ അതാണ് നമ്മൾ ആഗ്രഹിക്കും. ചിലപ്പോൾ കിട്ടുന്ന വേറൊന്നായിരിക്കും, ചിലപ്പോൾ ആഗ്രഹിക്കുന്ന പിന്നെ ഒരു ലോങ് ടൈമിലോട്ടായിരിക്കും കിട്ടുന്നത്. അതിനാണ് മാനിഫെസ്റ്റേഷൻ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. എന്തെങ്കിലും നമ്മൾ അത് ചെയ്യണം, അതേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ട്, അത് നിലനിൽക്കണം, അതേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പോലെ ഞാൻ വിചാരിച്ചില്ല, ഇപ്പൊ തുടങ്ങി. ഇപ്പൊ ഗായ്സ് 1K സബ്ബൊക്കെ അടിച്ച് നമ്മൾ ഇത്ര മാസത്തിനുള്ളിൽ. 1K സബ് 1K സബ് അടിച്ച്. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. 1K സബ്ബൊക്കെ 100 സബ്ബിന്ന് ഡയറക്റ്റ് 1K സബ്ബിലോട്ട് പോവായിരുന്നു. അത് 100 സബ്ബിന്ന് നേരെ 1K സബ്ബിലോട്ട് പോയത്. അത് കിടിലം കയറ്റായിരുന്നു ഗൈസ്. എന്റെ ഒരു വീഡിയോ അത്യാവശ്യം വൈറലൊക്കെ ആയി. അതാണ് നമ്മുടെ ലൈഫ്. ഞാൻ വിചാരിച്ചു പോലും എൻ്റെ ഒരു വീഡിയോ പോലും കയറി കത്തുന്നു. പക്ഷെ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കയറി കത്തി. അത്യാവശ്യം എനിക്ക് ഇപ്പൊ ഞാൻ കല്യാണത്തിന് പോയപ്പോൾ അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞു. അത് കൂടാതെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ഷോയ്ക്ക് വണ്ടിയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചിയിറക്കം, എല്ലാം കുഞ്ഞു പിള്ളേരാണ് കാണുന്നത്. ആ പയ്യൻ വന്നിട്ട് എന്നോട് പറയും, ചേട്ടനെ യൂട്യൂബിൽ കണ്ടു. ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, എന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ യൂട്യൂബിൽ വന്നപ്പോൾ യൂട്യൂബിലും ചേട്ടൻ ചാനൽ എനിക്ക് കിട്ടിയിരുന്നു. എന്താ ഇതാ ഗൈസ്, നമ്മൾ ഒന്നും വിചാരിക്കുന്ന പോലെ അല്ല. അതുക്കുമ്മേ നമ്മൾ വിചാരിക്കുന്ന അപ്പുറമാണ് കാര്യങ്ങൾ നടക്കാൻ. അതാണ് ഗൈസ്, ലൈഫ് ഈസ് അൺഎക്സ്പെക്ടഡ് അല്ലേ? സത്യം. എന്റെ ജീവിതത്തിൽ സ്വാഗതം പഞ്ചിക്കാട് ഗ്രാമപഞ്ചായത്ത്. സ്വാഗതം. ഓക്കെ, ഇനി നമ്മളൊന്ന് നൈസായിട്ട് അങ്ങോട്ട് ചലിക്കട്ടെ. ഓക്കെ, വണ്ടി കൊണ്ട് ഇവിടെ വെച്ചാൽ ജെറിന്റെ അടുത്ത് വന്നേ. എന്റെ ബൈക്ക് വേണ്ടിയിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി എടാടാ ഇവിടെ വണ്ടി കഴുകുന്നുണ്ട്. വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്തു, നീ അറിഞ്ഞില്ലേ? എന്നാ എവിടെ ചെന്ന് എന്നാ പുള്ളി ചെന്നോ? ബ്രോ ഇത് കാണുന്നുണ്ട്, ഞങ്ങളിവിടെ സേഫാണ്, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മള് വീട്ടിലോട്ട് പോവാ. പിടിച്ചോ. ഇപ്പൊ എന്നാലും വ്ളോഗ് എൻഡ് ചെയ്യുന്നില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യാം. ഇനി കുറച്ചു നേരം വീട്ടിൽ പോയി വിശ്രമിച്ചിട്ട് ഇങ്ങനെ പിടിച്ചേക്കുന്ന ഫോൺ. ഇതാ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി. ഈ വഴി നമ്മൾ ഏതൊക്കെ വണ്ടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ വണ്ടിയും നമ്മൾ ഇതിലെ കയറ്റിക്കൊണ്ട് ടിപ്പർ വരെ വേണം നമ്മള് കയറ്റും. പ്രോ റൈഡേഴ്സ് ഒന്നും നോക്കാറില്ല. വണ്ടി പിന്നെ നമ്മള് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചേ. തുറന്നാളാ ഗേറ്റ്, തുറന്നാളാ വ്ളോഗ്. ഓ ഗൈസ്, നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇച്ചിരി വിശ്രമിക്കട്ടെ, കുറച്ചേരം ചൂടൊക്കെ മാറിയിട്ട് ഡ്രിങ്കൊക്കെ അടിച്ച് ഡ്രിങ്ക് വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കട്ടെ ഗൈസ്. ശിവു ഒരു മൂങ്ങനെ പോലെ ഇരിപ്പുണ്ട്. ക്ലീൻ ഷേവ് ചെയ്തോണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വല്ലതും ഉണ്ടോ? ചെറുതായിട്ട്. അല്ല അത് സ്ലൈഡ് ചെയ്തോ. ഞാൻ അയ്യെ വെക്കുമ്പോ അവൻ തിരിഞ്ഞു നോക്കുന്നു, അവനെ വല്ലതും പറഞ്ഞു. അല്ല വാ തുറന്ന് അവനിട്ട് നോക്കോ. അത് ഇച്ചിരിയും കൂടെ ഒന്ന് തള്ളുവായിരുന്നേ. മുടിയൊക്കെ വണ്ടി കയറ്റിട്ടിട്ട് പിന്നെ കാണാം. നമ്മള് വീട്ടിലാണ്, വീട്ടിൽ നിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, ഡിയോണെ അറിയാം ഗൈസ്, ഞാൻ വ്ളോഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത്. അത് മൂഡ് ശിബു ഇടയ്ക്ക് കൂടെ ഒക്കെ പോകുന്നുണ്ട്, അവിടെയെല്ലാം കൊണ്ട് കയറ്റായിരുന്നാ മതി. നേരെ പോയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നേരെ ഗോ സ്ട്രൈറ്റ്, ദെൻ ടേൺ ലെഫ്റ്റ്. ഓക്കെ ഗൈസ്, നമ്മള് കടവിലോട്ട് പോട്ടെ, അല്ലെ എങ്ങോട്ടെല്ലാം പോട്ടെ, നോക്കട്ടെ എന്നാ ഒന്ന് അങ്ങോട്ട് വഴിയിലോട്ട് ഇറങ്ങി. ഓക്കെ ഓക്കെ,
പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന ഇതിലെ ഗൈസ് നടന്നു പോക്കണം. എന്റെ പണ്ട് 8 തൊട്ട് 10 വരെ അവിടെ ഒരു മണ്ടക്ക് ആളാ. ഇനി ഇങ്ങനെയാണോ ഡ്രൈവിംഗ് പഠിച്ചേ? അപ്പോഴാണ് വണ്ടി ദൂരിക്കാ ഒരു വ്യൂ കിട്ടുന്നില്ല. അയ്യോ അതിന് ആ ഗിയർ ബോക്സോ എല്ലാം പോടാ, ആക്സിലെല്ലാം പോയി. മറ്റേ ബസ് ഓടിക്കുന്ന പോലെ കാണിച്ചാടാ, അന്ന് കാണിച്ചാടാ. ആ പാട്ടിട്ട് കൊടുക്കടാ. ഓക്കെ കൊല്ലാൻ കൊണ്ടു പിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ഞാൻ. എന്നിട്ടാ അവൻ ഈ കാട്ടായം കാണിക്കുന്നേ. എന്നാ കാണിക്കുന്നേ? ഒന്നുമില്ല മോനെ, ബോസ് പോകുന്നതാ. ബോസ് കാറൊക്കെ ആയിട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ ചായക്കട. ഇഷ്ബിൻ ഇത് ഗെയിംസ് ആണല്ലോ ഗൈസ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്ന നല്ല നല്ല സൺസെറ്റുകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഗൈസ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്നാടാ സൺസെറ്റ് നീ ഒന്നും കേട്ടിട്ടില്ലടാ? വണ്ടിയെല്ലാം കൊണ്ട് ഒരച്ച് ഇത് ഇന്നലെ ഒരച്ചാണ്. ഫേമസ് ആവും. ഈ ഓറഞ്ച് കാറ് നിങ്ങൾ അവിടെ വെച്ച് കണ്ടാലും സ്പോട്ട് ചെയ്തോണം ഗൈസ്. അവനെ മാത്രമാണ്. ഇതിപ്പോ ഇട്ട് ഒരച്ചേ, വൈപ്പർ ഇട്ട് ഒരച്ചേ ക്ലീനായി. ഈർപ്പാന്ന് തോന്നുന്നു. അങ്ങനെ വിചാരിച്ചിരുന്നു, അതാ നല്ലത്. ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. വീട്ടിൽ വന്ന് ഇടയ്ക്ക് വെച്ച് വ്ളോഗ് എടുക്കാൻ ഞാൻ മറന്നുപോയി. വണ്ടി ഓടിക്കുമായിരുന്നു, ഇടയ്ക്ക് മറന്നുപോയി ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം. അപ്പം ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. വേറെ വലിയ ഒട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് കാണാം. ഓക്കെ, സി യു.